നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു മഹാലക്ഷ്മി മന്ത്രമാണ്. അതീവ ശക്തിയുള്ളതും അതുപോലെ തന്നെ ലളിതമായിട്ടുള്ള പ്രയോഗമുള്ളതും കഠിനമായിട്ടുള്ള വ്രതനിഷ്ഠകളൊന്നും ചെയ്യാതെ തന്നെ ഏതൊരു വ്യക്തിക്കും, എല്ലാവർക്കും, ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും സാധാരണ രീതിയിൽ ജീവിതം നയിക്കുന്ന ആളുകൾക്കൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു മന്ത്രമാണ്. വലിയ ചിട്ടവട്ടങ്ങളില്ലാതെ പ്രഭാതത്തിൽ തന്നെ നിത്യവും ഒരു 21 തവണ നിങ്ങൾ ഈ ഒരു മന്ത്രം ജപിക്കുകയാണെങ്കിൽ സാമ്പത്തികമായിട്ട് നമുക്ക് പല മാർഗങ്ങളിലൂടെ, അതായത് ഏതൊക്കെ രീതിയിൽ നമ്മളിലേക്ക് വരുമാനം വരാൻ സാധിക്കുമോ അത്തരത്തിലുള്ള എല്ലാ മേഖലകളും നമുക്ക് അനുകൂലമായിട്ട്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തിക്കും നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ കൂടുതൽ ഒരു വരുമാനം, ഒരു സാമ്പത്തിക സ്ഥിതി കൈവരിക്കാൻ ഈ ഒരു മന്ത്രത്തിൻ്റെ ജപം നമ്മെ സഹായിക്കുന്നതാണ്. അതുപോലെ പുതിയ പുതിയ അവസരങ്ങൾ, അതുപോലെ നമ്മൾ ചെയ്യുന്ന ഈശ്വരീയമായിട്ടുള്ള മന്ത്രജപങ്ങൾ, അതുപോലെ തന്നെ വഴിപാടുകൾ, ഇവയ്ക്കൊക്കെ ഫലം വർദ്ധിക്കുവാനും അതുപോലെ തന്നെ മഹാലക്ഷ്മിയുടെ ഒരു സാന്നിധ്യം നമുക്ക് ജീവിതത്തിൽ അനുഭവിച്ച് അറിയാൻ സാധിക്കുന്നതുമായിട്ടുള്ള ഒരു മന്ത്രമാണിത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രഹത്തിലുള്ള ഒരു വ്യക്തി ഈ ഒരു മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗ്രഹത്തിനുള്ളിലുള്ള എല്ലാവർക്കും ആ ഒരു എനർജി, അല്ലെങ്കിൽ ആ ഒരു ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. അപ്പം അത്തരത്തിൽപ്പെട്ട ഈ ഒരു വിശേഷപ്പെട്ട ഈ ഒരു മന്ത്രം നമുക്ക് പരിചയപ്പെടാം. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത്തരത്തിൽപ്പെട്ട അറിവുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ കാണുന്ന നമ്പറിൽ ഞാൻ ജ്യോതിഷ നിർണയം നടത്തുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തൊഴിൽ, അതുപോലെ തന്നെ സാമ്പത്തികം, നിങ്ങളെ അലട്ടുന്ന ബന്ധങ്ങൾ, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. കൃത്യമായിട്ട് നിങ്ങളുടെ ഫലങ്ങൾ പ്രവചിക്കുന്നതായിരിക്കും. അതുപോലെ നിങ്ങൾക്കുള്ള പരിഹാര മാർഗങ്ങളും വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും. അപ്പം ഇത്തരത്തിൽ നിങ്ങളുടെ ജന്മരേഖകളില്ലാത്ത ആളുകൾക്ക്, ഡേറ്റ് ഓഫ് ബർത്ത്, ജനനസമയമൊക്കെ അറിയാത്ത ആളുകൾക്ക് അവരുടെ കൈരേഖ വെച്ച് നമുക്ക് കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിക്കാവുന്നതായിരിക്കും. നിങ്ങൾ വളരെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ, നിങ്ങളുടെ ജീവിതത്തെ പറ്റിയിട്ടുള്ള വളരെ കറക്റ്റായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ഈ ഒരു പരിശോധനയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു നൽകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ താല്പര്യമുള്ള ആളുകളൊക്കെ ഈ ഒരു വാട്സപ്പ് നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിലൊക്കെ അയയ്ക്കുക. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ തിരിച്ച് വിളിക്കുന്നതായിരിക്കും. അപ്പം നമുക്ക് ഈ ഒരു മന്ത്രത്തിലേക്ക് പോവാം. എങ്ങനെയാണ് ഈ മന്ത്രം ജപിക്കുന്നത് നമുക്ക് ആദ്യം നോക്കാം. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം ലക്ഷ്മി ശ്രീലക്ഷ്മി ജയലക്ഷ്മി സിദ്ധലക്ഷ്മി വരലക്ഷ്മി പ്രസന്നാഭവ സർവദാ കമലധാരിണി സർവലക്ഷണ സംയുക്തേ ശ്രീ മഹാലക്ഷ്മി സ്വാഹ. ഈ ഒരു മന്ത്രം നമ്മൾ നിത്യമായിട്ടും ഒരു 21 തവണ നമ്മൾ വളരെ വൃത്തിയായ ശേഷം നമ്മൾ ജപിക്കുക. കൃത്യമായി രാവിലെ തന്നെ നമ്മൾ ഈ ഒരു മന്ത്രം ജപിക്കുമ്പോൾ നമ്മൾ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും ആ ഒരു മന്ത്രദേവതയുടെ അനുഗ്രഹം നമുക്ക് ദർശിക്കുവാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ തുടർച്ചയായിട്ട് നിങ്ങൾക്കിത് 21 ദിവസം നിങ്ങൾക്ക് കണ്ടിന്യൂ ആയിട്ട് ജപിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് ചൊവ്വ അല്ലെങ്കിൽ വെള്ളി ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അല്ലാതെ നിങ്ങൾക്ക് നിത്യമായിട്ടും ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്കിത് നിത്യമായിട്ടും ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ഏർപ്പെടുന്ന, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ലക്ഷ്മി ദേവിയുടെ, അതായത് ഐശ്വര്യം,
നൽകുന്ന ആ ദേവതയുടെ ഒരു അനുഗ്രഹം അല്ലെങ്കിൽ ആ ദേവതയുടെ ഒരു സാന്നിധ്യം നിങ്ങൾക്ക് അറിയിച്ച് നൽകാൻ ശക്തിയുള്ള ഒരു മന്ത്രമാണിത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു മന്ത്രം നിങ്ങൾ ഉപയോഗിച്ച് തന്നെ നിങ്ങളതിൻ്റെ ഫലം അറിയുക. മറ്റു മന്ത്രങ്ങൾ ജപിക്കുന്നതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിൽ സമയം മാത്രമേ ലഭിക്കുന്ന ആളുകൾക്കും വൈകുന്നേരമായിട്ടും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. എന്നാലും നമ്മളുടെ ഉയർച്ചയ്ക്കായിട്ട് അല്ലെങ്കിൽ പണത്തിനായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിജയിക്കാനായിട്ട് നമ്മൾ ജപിക്കുന്ന മന്ത്രങ്ങളൊക്കെയും രാവിലെയാണ് ജപിക്കേണ്ടത്. മഹാലക്ഷ്മിയുടെയും ഗണപതിയുടെയൊക്കെ മന്ത്രങ്ങൾ. കാരണം നമുക്ക് നേട്ടം ഉണ്ടാകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അത്തരത്തിലുള്ള മന്ത്രങ്ങൾ ജപിക്കുന്നത്. അതൊക്കെ നമ്മൾ ജോലി ചെയ്യുമ്പോഴായാലും അല്ലെങ്കിൽ നമ്മൾ മറ്റൊരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെടുന്നതൊക്കെ നമ്മൾ രാവിലെ എന്താ പറയുക, നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് നമ്മൾ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഈ ഒരു മന്ത്രത്തിൻ്റെ അനുഗ്രഹത്തോടു കൂടി തന്നെ നമ്മൾ പോകാൻ വേണ്ടിയിട്ടാണ് രാവിലെ ജപിക്കണം എന്ന് പറയുന്നത്. നമ്മളെല്ലാ കാര്യവും കഴിഞ്ഞ് വന്ന് ശേഷം നമ്മൾ കുളിച്ച് ഈ മന്ത്രം ജപിച്ച് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഈ മന്ത്രത്തിൻ്റെ ഫലം പൂർണ്ണമായിട്ട് നമുക്ക് അനുഭവിക്കാൻ സാധിക്കില്ല. കാരണം ഇതൊക്കെ ചെറിയ ചെറിയ മന്ത്രങ്ങളാണ്. നമ്മൾ ജപിക്കുന്നതനുസരിച്ചാണ് നമുക്കിതിൻ്റെ അനുഗ്രഹങ്ങൾ, ഫലങ്ങൾ ലഭിക്കുന്നത്. നമ്മളൊരു കുറച്ച് ദിവസം ജപിച്ചു, അതിൻ്റെ ഫലം ഒത്തിരി നാൾ നമുക്ക് ലഭിക്കുകയില്ല. നമ്മൾ ദിനംപ്രതി ചെയ്യണം. അതുകൊണ്ടാണ് ഇത് രാവിലെ നിങ്ങൾ ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഏവർക്കും ഈ ഒരു മന്ത്രത്തെ പറ്റിയിട്ട് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ ചാനലിലിടുന്ന മന്ത്രങ്ങൾ ജപിച്ചിട്ടുണ്ടാകുന്ന അനുഭവങ്ങളും നിങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക. അത് മറ്റുള്ള ആളുകൾക്ക് ആ ഒരു മന്ത്രം ജപിക്കാനുള്ള ഒരു കോൺഫിഡൻസ് നൽകുന്നതായിരിക്കും. അപ്പോൾ അത്തരത്തിൽ നല്ല അനുഭവങ്ങളും നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങളും നിങ്ങൾ ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നന്ദി.